അപ്പോൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിട്ട് എന്നാലും ഇതോടെ കിടന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേന്നങ്ങളങ്ങനെ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മുടെ പാലിക്കരയുള്ള ദേവിയുടെ ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ കാണാൻ പോയിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് കൈകൊട്ടി കളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ ഫുൾ അവിടെ കടലാസുമയായിരുന്നു കേട്ടോ. കറക്റ്റ് ഞങ്ങൾ നിന്നുണ്ടായിരുന്നത് ആ കടലാസ് ഇങ്ങനെ ആക്കണ വണ്ടി ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മേലെ മുഴുവൻ കടലാസായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ തട്ടിക്കളഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നിട്ട് വേറെ പിന്നെ ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. ഓരോ ടീമിൻ്റെയും അവിടെ ഓരോരോ പരിപാടികൾ. പിന്നെ ഇത് കാവടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പൊന്നമ്പഴയാണെങ്കിൽ അതിൻ്റെ ആ താളത്തിനനുസരിച്ച് ഇങ്ങനെ കിടന്നിട്ട് തുള്ളായിരുന്നു കേട്ടോ. കൈയൊക്കെ പൊക്കി കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് അടുത്തൊരു ടീമിൻ്റെ കളിയാട്ടോ തെയ്യം. അപ്പോൾ തെയ്യത്തിൻ്റെ കൂടെ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഈ തെയ്യത്തിൻ്റെ ആൾക്കാർ ഇടയ്ക്ക് ഇങ്ങനെ തീ ഊതണ പോലെ ഇങ്ങനെ കണ്ട പുക വരുന്നു കേട്ടോ. അങ്ങനെ ഊതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നല്ലോണം ഇത്തിരി ബാക്കിലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് കിടക്കാൻ അതിൻ്റെ ചൂട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഊതണവരെ കാര്യം എന്തിട്ടാന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഫുൾ അവിടെ കടലാസുമയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ 2-3 ടീമുള്ള പരിപാടി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ പോയി നിന്ന സമയത്ത് എല്ലാവരും ഐസ്ക്രീം കഴിച്ചു കേട്ടോ. എനിക്ക് പിന്നെ തണുത്ത സാധനങ്ങൾ പറ്റില്ല. തണുത്ത സാധനങ്ങൾ കഴിച്ച് അപ്പം പടി കിട്ടും. അപ്പോൾ ഞാൻ ഗോൾഡ് സോഡ കേട്ടോ. സോഡയ്ക്ക് തണുപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പുണ്ണിക്കണ്ണൻ ഒരു കിലിക്ക വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടി അത് പി വെച്ചിട്ട് വായിൽ വെച്ചിട്ട് ഊതാൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴായിരുന്നു ആനപ്പൂരൊക്കെ കഴിഞ്ഞിട്ട് ആന തിടമ്പ് ഇറക്കി വയ്ക്കാനായിട്ട് അമ്പലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നമ്പള്ളിയുടെ ടീച്ചർ ഒരു കളിപ്പാട്ട വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ സംഭവം. ഇത് നമ്മൾ വായിൽ വെച്ച് ഇങ്ങനെ ഊതുമ്പോൾ ബലൂൺ ഇങ്ങനെ വീർത്ത് വരും. അതിങ്ങനെ വിട്ട് കഴിയുമ്പോൾ സൗണ്ട് വരും കേട്ടോ. അപ്പോൾ ഇത് എന്തിട്ട് ഈ വലിയമ്മ കാണിക്കണ വെച്ചിട്ട് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വെടിക്കെട്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വെടിക്കെട്ടൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ ഒരു ദേശക്കാർ തേര് കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോപ്കോണും പൊരിയൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളിത് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം, ലൈക്ക് ചെയ്തോളാം, ഷെയർ ചെയ്തോളാം. ടാറ്റാ.